സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ മഴയൊക്കെ മാറി ഒന്ന് തെളിഞ്ഞ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക. എംബറർ എംബറർ എന്ന് പറഞ്ഞ ചക്രവർത്തി അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സതീശണ്ണൻ ചക്രവർത്തി തന്നെയാണ്. കിരീടം വയ്ക്കാത്ത ചക്രവർത്തി, രാജാവ്, മഹാരാജാവ്, പിന്നെ അത്രയും രാജ്യങ്ങളും കൈയടക്കി വെച്ചിരിക്കുന്ന എംബറർ, അതിന് തുല്യം. മനസ്സിലായ? എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10 വർഷക്കാലം ഭരിച്ചിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നാട്ടുകാർക്ക് അറിയാം. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, അപ്പോൾ ഇത്രയും പെൻഷനൊക്കെ ഇറക്കി, പ്രവാസി പെൻഷനോ, അതൊക്കെ പിന്നാലെ വരും, ക്ഷമ വേണം. മറ്റുള്ളവർ അതിനെ പറ്റിയിട്ട് പറയുമ്പോൾ അത് നമുക്ക് നോക്കാം, അതിനെ പറ്റിയിട്ട് പറയണമെങ്കിൽ നമുക്ക് വേറെ ഇത് നോക്കണം, അല്ലെങ്കിൽ ഇത് നോക്കണം, അതാ അങ്ങനെ ആക്കണം, അല്ലെങ്കിൽ കടക്ക് ഓർത്ത്, ഈ വക സീനൊന്നല്ലല്ലോ പറയണേ. അക്കോ ആട്ടിട്ട് എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്നിട്ടല്ലേ കാര്യം പോലെ പറയണ ഗടികളെ. 10 വർഷം ഭരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഇരട്ടച്ചങ്കൻ ഉണ്ടാക്കിയത് എന്താണ്? സ്വന്തം പോക്കറ്റ്, സ്വന്തം ഇത് ഖജനാവ്, പിന്നെന്താ ഒരു വീണ മകള്, അതിൻ്റെ പിന്നാലെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടില്ലേ? അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുരു പൊട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ പറയാത്തതാ, പേടിച്ചിട്ടല്ല കേട്ടാ. ഇതിനെ പറ്റിയിട്ട് ഒരു പേടിയില്ല. നടന്ന സംഭവം പറയുന്നത് എന്ത് ഒലക്കര മൂടാണ് പേടിക്കണ്, അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ പറയണ്, ചക്രവർത്തി അതിൻ്റെ അപ്പുറത്തേക്കില്ല. അത് VD സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. ഓണച്ചന്ത, മറ്റേ സപ്ലൈക്കോ, ഇതൊക്കെ കണ്ടില്ലേ? വിറ്റര് കണ്ടില്ലേ? എന്ത് സന്തോഷമല്ലേ? ജനങ്ങൾ നന്നാവും, കേരളം നന്നാവും. പിന്നെ കുറെ കുരിപ്പുകളുണ്ട്, പാഷാണത്തിലെ കൃമികൾ, അവറ്റങ്ങൾ പറയണത് ചെവി കൊടുക്കേണ്ട കാര്യമില്ല. 3 മാസം കൊണ്ട് ഉണ്ടാക്കിയ അച്ചീവ്മെൻറ്റ് 10 വർഷം കൊണ്ട് പറ്റിയിട്ടില്ല, മുക്കല്ലാണ്ട്. മനസ്സിലായില്ലേ? ഇതാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഈ ഓണത്തിൻ്റെ നിലവാരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ പറയണു, ദ എംബറർ, ദ അൾട്ടിമേറ്റ് ഭരണാധികാരി. മനസ്സിലായില്ലേ? അതാണ്. പിന്നെ സുഹൃത്തുക്കളെ, എംബറാണോ എംപയറാണോ ചെറിയൊരു കൺഫ്യൂഷൻ കിട്ടാ. എന്തായാലും കാര്യം പിടിയിട്ടില്ലേ? ചക്രവർത്തി എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? പിന്നെ UDF സർക്കാരുണ്ടല്ലേ, ജനങ്ങളുടെ പിന്നിലല്ലട്ടാ, ഒപ്പാണുള്ളത്. അത് മനസ്സിലായിക്കോ?